ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ക്യാപ്ഷൻ, ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഐസ്ലൻഡ്, ഇന്ത്യ 115ാമത്തെ സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. ആദ്യ 10ലുള്ള ഏക ഏഷ്യൻ രാജ്യം സിംഗപ്പൂറാണത്രേ. അപ്പോൾ ഒരു രാജ്യത്തിന് സമാധാനം, സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ മനസ്സുള്ളവരായിരിക്കണം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ മാവേലി നാട് ഭരിച്ചിട്ട് കാര്യമില്ല, മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സ് ഒന്നുപോലെ ആയിരിക്കണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലുള്ള എല്ലാവരുടെ സൗരസൗരന്മാരാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട വാക്ക്. ഇന്ത്യയിലുള്ള എല്ലാ സമുദായങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഐക്യമത്യ മഹാബലം എന്നുള്ള ആശയത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വാക്കാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സൗരസൗരന്മാരാണ് എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ആയിട്ടും കൂടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള വർഗീയ ലഹളകൾ, കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ ഒക്കെ വളരെയധികം വലുതാണ്. 10,000 മതങ്ങളും 10,000 ജാതികളും 10,000 രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു രാജ്യത്തിന് സമാധാനത്തോടെ ഇരിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഒരാൾ ചക്ക എന്ന് പറയുമ്പോൾ മറ്റൊരാൾ മാങ്ങ എന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യക്കാരൊരു രീതി, തെക്കേ ഇന്ത്യക്കാരൊരു രീതി, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ളവരും വേറൊരു രീതി, ഓരോ സമുദായങ്ങളും ഒരു രീതി, ഓരോ രാഷ്ട്രീയക്കാരും ഒരു രീതി, ഭൗതികവാദികളും നിരീശ്വരവാദികളും വേറൊരു രീതി, ദൈവവിശ്വാസികൾ വേറൊരു രീതി. ഇങ്ങനെ 10,000 അഭിപ്രായങ്ങളുള്ള ഒരു രാജ്യത്തിന് സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ നാട് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു ഹർത്താൽ പൊട്ടിപ്പുറപ്പെടുക നമുക്കറിയില്ല. 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അണ്ടിയാണോ വലുത് മാങ്ങയാണോ വലുത് എന്നുള്ള രീതിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമുദായങ്ങളും അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ സമുദായത്തിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ മതസൗഹാർദ്ദമാണെന്ന്, അതാണെന്ന്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സമാധാനമില്ല. എവിടെ എപ്പോൾ എങ്ങനെയാണ് വഴക്കുണ്ടാവുക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ മതമാണ്, സമുദായമാണ്, ഈ 10,000 അഭിപ്രായമാണ് ഈ അസമാധാനത്തിന് കാരണം. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ചൈനയെ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ രാഷ്ട്രീയ പിരിമുറുക്കമില്ല, മതമൂല്യവാദമില്ല, തീവ്രവാദമില്ല, വർഗീയവാദമില്ല, ഒന്നുമില്ല. സമുദായത്തിൻ്റെ പേരിൽ അടിയും തെല്ലും വെട്ടുകുത്തൊന്നുമില്ല, വർഗീയ ലഹളയില്ല, ഒന്നുമില്ല. കാരണം അവിടെ മതമില്ല, സമുദായമില്ല. അപ്പോൾ നമുക്ക് വലിയ സംസ്കാരവും പൈതൃകമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് സമാധാനമില്ല. ഇതാണ് ഇവിടുത്തെ വലിയൊരു അവസ്ഥ.